وبركاته. الحمد لله الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. قال الله عز وجل. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാർ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹു നാം ഈ ഒരുമിച്ച് കൂടിയത് കബൂലാക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, എന്നിൽ അർപ്പിതമായ വിഷയം മരണം വിശ്വാസിക്ക് അനുഗ്രഹമാണ്. അള്ളാഹു എനിക്ക് ഇവിടെ പ്രസംഗിക്കാൻ കഴിഞ്ഞത് അള്ളാഹുവിനെ ആദ്യം സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഏവരും ചിന്തിക്കേണ്ടത്, ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുകയും മറിച്ച് ഇഹലോക ജീവിതം കൊണ്ട് മാത്രം തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. മറിച്ച് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് അതീതമായി പ്രവർത്തിക്കാൻ, നല്ല രീതിയിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും മറിച്ച് ആഖിറമാകുന്ന ലോകത്തിന് വേണ്ടി അവൻ പണിയെടുക്കുകയും ചെയ്താൽ അവൻക്ക് സർവമംഗളവും വന്നു ചേരുന്നതാണ്. ഇത് വ്യക്തമായി പരിശുദ്ധമായ ഖുർആൻ ആണയിട്ട് പറഞ്ഞതാണ്. എന്നാൽ ഞാൻ ആദ്യമായി ഇവിടെ ഓതിയ സൂറത്തുണ്ട്, ആ ആയത്തിൽ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ ആളുകളും മരണത്തെ രുചിക്കുന്നതാണ്. എല്ലാ ആളുകളും മരണത്തെ രുചിക്കുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവൻക്ക് യൗമുൽ ഖിയാമത്ത് നാൾ ദിവസം അവൻക്ക് അവന്റെ പ്രതിഫലത്തെ നൽകപ്പെടുകയും മറിച്ച് അവനെ നരകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ വിജയിച്ചൊരു വ്യക്തിയായി അവനെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തതോടുകൂടി അവൻ വിജയം ഫഖദ് ഫാസ, അവൻ വിജയിച്ചു. മറിച്ച് കഴിഞ്ഞാൽ അത് മാത്രം, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ലോകം സുഖിപ്പിക്കുന്ന, വഞ്ചിപ്പിക്കുന്ന സുഖാനുഭൂതി അല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് ഇവിടെയാണ് നമ്മ വിഷയത്തിന്റെ പ്രാധാന്യം കിടക്കുന്നത്. ഈ എങ്ങനെയെന്നറിയുമോ, ഒരു മനുഷ്യന് എങ്ങനെ അവന്റെ മരണം അനുഗ്രഹമാക്കാൻ കഴിയുക, അതിന് ഏറ്റവും ഉദാത്തമായൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. അതിലൂടെ ഒരു മനുഷ്യൻ ദുന്യവിയായ ജീവിതത്തിലൂടെ ജീവിച്ചുകൊണ്ട് അവൻ എല്ലാ സുഖാനുഭൂതികളും ആസ്വദിച്ചതുകൊണ്ട് അവൻ ജീവിച്ചു കഴിഞ്ഞാൽ നാളെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ആഖിറമാകുന്ന കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അവൻക്ക് പലതരമായ ശിക്ഷകളും മറ്റും അനുഭവിക്കേണ്ടി വരും. ഇവിടെയാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ആദ്യത്തെ അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ആദ്യമായി നമുക്ക് കിട്ടുന്നത് എങ്ങനെയെന്നറിയുമോ, മൽ മയ്യതു ഫീ ഖബ്രിഹി ലാ ഖൽ ഖരീഖിൽ മുതഅവ്വിദി യന്തളിറു ദഅവതൻ തൽഹഖുഹു മിൻ അബീഹി ഔ മിൻ ഉമ്മിഹി ഔ മിൻ അബ്നാഇഹി ഔ മിൻ അഹ്ലിഹി ഔ മിൻ അസ്തിഖാഇ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഈ എങ്ങനെയെന്നറിയുമോ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എത്രത്തോളം എന്നറിയുമോ, അവന്റെ ഖബറിലെ അവസ്ഥ എങ്ങനെയെന്നറിയുമോ? എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ അതിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ഒരു മനുഷ്യൻ വെള്ളപ്പൊക്കത്തിൽ പെട്ടുകൊണ്ട് ഒരു പിടിവെള്ളിക്കാരി എത്രമേൽ ആഗ്രഹിക്കുമോ അതിലേറെ അവൻ ആഗ്രഹിക്കുന്നതാണ് തൻ്റെ മക്കളിൽ നിന്നും, തൻ്റെ കുടുംബക്കാരിൽ, തൻ്റെ മാതാപിതാക്കളിൽ നിന്നും, തൻ്റെ മറ്റു അഹ്ലുകാരിൽ നിന്നും അവൻ ദുആഇനെ പ്രതീക്ഷിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ വിശുദ്ധത്തിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. എങ്ങനെ അതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ അമലുകൾ മൂന്നെണ്ണമല്ലാത്ത മറ്റേതും ബാക്കിയാവുകയില്ല. ഇൻഖത അമലു ഇല്ലാ സലാസുൻ, ഇൻഖത അമലു ഇല്ലാ സലാസുൻ സദഖത്തുൻ ജാരിയ വലദുൻ സാലിഹ് യദ്ഉ ലഹു ഇൽമുൻ യന്തഫിഉ ബിഹി. എന്താണ്? ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻക്കൊരു സദഖയായ ഒരു ജാരിയ സദഖ അവൻ പള്ളിയിലേക്ക് വഖഫ് ചെയ്തതായിട്ടാണെങ്കിലോ, അവൻ എന്തെല്ലാം അവൻ ജാരിയായ സദഖകൾ ചെയ്തിട്ടുണ്ടോ, നാളെ അവൻ മരിച്ചു ചെന്നാൽ അവൻക്ക് പ്രതിഫലം ഇരട്ടി ഇരട്ടി വർദ്ധിച്ചു വരികയാണ്. ഇത് അവൻക്ക് ഇരട്ടി ഇരട്ടി വർദ്ധിച്ചു വരും തോറും അവൻക്ക് മരണം അനുഗ്രഹമല്ലേ മുഅ്മിനെ. അല്ലാഹു നമ്മെ നല്ല മുഅ്മിനീങ്ങളായി മരിപ്പിക്കുമാറാവട്ടെ.
മാത്രം കഴിഞ്ഞില്ല, വലദുൻ സ്വാലിഹു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ തന്റെ മകനെ അവൻ നല്ല രീതിയിൽ പോറ്റി വളർത്തിയാൽ നാളെ അവൻക്ക് മരിച്ചു ചെന്നാൽ നാളെ അവൻക്ക് ദുആ ചെയ്യുന്നൊരു മകനുണ്ടാകുമല്ലോ. പൊന്നുവാനായ നല്ലൊരു മകനെ അവൻക്ക് കിട്ടിയാൽ, നല്ല മക്കളെ അവൻക്ക് കിട്ടിയാൽ നാളെ അവൻക്ക് സുഖകരമായ മരണം മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുമാത്രമല്ല, നാം എടുത്തു നോക്കിയാണ് ഉപകാരപ്രദമായ ഇൽമുണ്ടെങ്കിൽ അവനക്ക് വിജയിക്കാമല്ലോ. എങ്ങനെ അതിനടുത്ത് നോക്കുമ്പോൾ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ, മഹാനയുടെ വഫാത്ത് നാം ഏവരും അറിഞ്ഞവരും കേട്ടവരുമാണല്ലോ. മഹാനയുടെ വഫാത്ത് നമ്മൾ കേട്ടവരാണ്. അവരുടെ ഇൽമു ഇന്നും നമ്മുടെ കേരളക്കര അല്ലാത്ത മറ്റു സ്ഥലങ്ങളിൽ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു മിഥുതാവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയല്ലയോ. അതുകൊണ്ട് തന്നെ മുഅ്മിനേ, നമ്മൾ മരിക്കുന്ന സമയത്ത് നല്ല മരണം വേണോ? അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. നല്ല രീതിയിൽ നമ്മൾ പണിയെടുത്താൽ നാളെ ആഖിറമാകുന്ന ജീവിതത്തിലേക്ക് നമുക്ക് സന്തുഷ്ടമായി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ടാണ് നല്ല കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കുക, നല്ല ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുക, നല്ല രീതിയിലുള്ള സദസ്സുകൾ നമ്മൾ പങ്കിടുക. നാം ഏതുമായി കൂടുതൽ എടുക്കുമോ അതുമായിട്ടായിരിക്കും നാളെ അവന്റെ മരണക്കിടക്കയിൽ അവനെത്തുക. അത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ജീവിച്ചാൽ നാളെ അവന്റെ ഒരു മുഅ്മിനിന്റെ മരണം അനുഗ്രഹമാക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് നല്ല മരണവും നല്ല രീതിയിൽ മുഅ്മിനീങ്ങളോടൊപ്പം ജീവിക്കാനും നല്ല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചതുപോലെ മഹാനായ സമസ്തയുടെ ഉലമാക്കൾ വഫാത്തായതുപോലെ സന്തോഷകരമായ മരണം നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാഹിദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉല്യ വിഭാഗത്തിൻ്റെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ വേദി 5 നടത്തപ്പെടുകയാണ്. ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത ചെസ് നമ്പറുകൾ എത്രയും പെട്ടെന്ന് വേദി 5 എത്തിച്ചേരണം. അല്ലാത്ത പക്ഷം അവരുടെ മത്സരം ക്യാൻസൽ ചെയ്യപ്പെടുന്നവരായിരിക്കും. ദ ലാസ്റ്റ് കോൾ ഫോർ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ. ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത ചെസ് നമ്പറുകൾ എത്രയും പെട്ടെന്ന് വേദി 5 റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവരുടെ മത്സരം ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. ആലിയ വിഭാഗത്തിന്റെ മഅശറ മത്സരം വേദി 4 വെച്ച് നടത്തപ്പെടുന്നു. അതിൽ പങ്കെടുക്കാനുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദി 4 എത്തിച്ചേരേണ്ടതാണ്. ആലിയ വിഭാഗത്തിന്റെ മഅശറ മത്സരം വേദി 4 പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നു. അതിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദി 4 എത്തിച്ചേരേണ്ടതാണ്. വേദി 1 വയലിൻ മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് ലെറ്റർ ത ഓൺ ദ സ്റ്റേജ്. Judges, please note code letter ത on the stage.